ചെയ്യാത്ത കുറ്റത്തിന് സ്വന്തം മകൻ മരണശേഷവും ക്രൂശിക്കപ്പെടുന്നതിൽ വേദനിക്കുന്ന ഒരു പിതാവിനെ സാന്ത്വനമാകുകയായിരുന്നു ഇന്ന് സുപ്രീം കോടതി. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ കൊല്ലപ്പെട്ട പൈലറ്റ് സുമിത് സബർവാളിന്റെ അച്ഛൻ പുഷ്കർ സബർവാളാണ് ആ വേദനിക്കുന്ന പിതാവ്. തന്റെ മകനെ കുറ്റക്കാരനാക്കാനുള്ള നീക്കം അവസാനിപ്പിച്ച് സ്വതന്ത്രമായ അന്വേഷണം നടക്കണമെന്നാവശ്യപ്പെട്ട് പുഷ്കർ സമർപ്പിച്ച ഹർജി പരിഗണിക്കുമ്പോഴാണ് സുപ്രീം കോടതി ഉള്ളുലഞ്ഞ ഒരു പിതാവിന്റെ കണ്ണീരൊപ്പിയത്. വിമാനാപകടത്തിന്റെ കാരണം പൈലറ്റായ താങ്കളുടെ മകനാണ് എന്ന പാപഭാരം ഒരിക്കലും താങ്കൾ പേറേണ്ടതില്ല എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. വിമാനാപകടം ദാരുണവും ദൗർഭാഗ്യകരവും ആണെങ്കിലും താങ്കളുടെ മകനാണ് കുറ്റക്കാരൻ എന്ന പാപഭാരം പേറേണ്ടതില്ല. പൈലറ്റിന്റെ പിഴവ് കൊണ്ടാണ് വിമാനം അപകടത്തിൽപ്പെട്ടത് എന്ന് രാജ്യത്ത് ആരും വിശ്വസിക്കുന്നില്ല എന്നുകൂടി കോടതി പറഞ്ഞ് സുമിത് സബർവാളിന്റെ പിതാവിനെ സമാശ്വസിപ്പിച്ചു. അന്വേഷണ റിപ്പോർട്ടിലെ 2 പൈലറ്റുമാരും തമ്മിലുള്ള സംഭാഷണം ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് കാരണം പൈലറ്റാണ് എന്ന തരത്തിൽ മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഈ മാധ്യമ റിപ്പോർട്ടുകൾ മുഖവിലയ്ക്ക് എടുക്കുന്നില്ല എന്നും വിദേശ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ഇന്ത്യൻ ജുഡീഷ്യൽ പ്രക്രിയയെ സ്വാധീനിക്കുന്നില്ല എന്നും കോടതി നിരീക്ഷിച്ചു. നീതി ലഭിക്കേണ്ടത് ഇന്ത്യൻ കോടതിയിൽ നിന്നല്ലേ, വിദേശ കോടതിയല്ലല്ലോ നമ്മുടെ കോടതി എന്നാണ് ജസ്റ്റിസുമാരായ സൂര്യകാന്തും ജോയ് മല്യ ബാച്ചിയും ചോദിച്ചത്. അന്വേഷണ റിപ്പോർട്ടിൽ പൈലറ്റുമാരുടെ സംഭാഷണം ഉൾപ്പെടുത്തിയതിലൂടെ അപകടത്തിന് ഉത്തരവാദി തന്റെ മകനാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുവെന്ന് കാട്ടിയാണ് പുഷ്കർ സബർവാൾ കോടതിയെ സമീപിച്ചിരുന്നത്. അപകടത്തെക്കുറിച്ച് സ്വതന്ത്രവും സാങ്കേതിക മികവുള്ളതുമായ അന്വേഷണം സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതുവരെ പൈലറ്റിനെതിരെ ആരോപണങ്ങൾ ഒന്നും ഉയർന്നിട്ടില്ല. എയർ ഇന്ത്യയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പൈലറ്റുമാരെ കുറ്റപ്പെടുത്തുന്നില്ല. ഇന്ധന നിയന്ത്രണ സ്വിച്ച് ആരാണ് ഓഫ് ആക്കിയത് എന്ന് ചോദിക്കുമ്പോൾ താനല്ല എന്ന് താങ്കളുടെ മകൻ സുമീത് മറുപടി പറയുക മാത്രമാണ് ചെയ്തത്. ആർക്കും അദ്ദേഹത്തെ കുറ്റപ്പെടുത്താനാകില്ല എന്ന നിരീക്ഷണവും കോടതി നടത്തി. എന്നാൽ വാൾസ്ട്രീറ്റ് ജേണൽ എന്ന വിദേശ മാധ്യമത്തിൽ വന്ന റിപ്പോർട്ട് അങ്ങനെയല്ല എന്ന് പുഷ്കറിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. അപ്പോഴാണ് വിദേശ മാധ്യമങ്ങളുടെ റിപ്പോർട്ടിനെ ഗൗരവമായി കാണേണ്ടതില്ല എന്നും വിദേശത്തെ കോടതിയല്ല നമ്മുടെ കോടതിയിൽ നിന്നല്ലേ നീതി ലഭിക്കേണ്ടത് എന്നും കോടതി ചോദിച്ചത്. അതൊരു വൃത്തികെട്ട റിപ്പോർട്ടായിരുന്നുവെന്ന് കൂടി കേസ് പരിഗണിച്ച ജസ്റ്റിസ് സൂര്യകാന്ത് വിശദീകരിച്ചു. ഇന്ത്യൻ സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ചാണ് റിപ്പോർട്ട് എന്നും അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയപ്പോൾ അത്തരം സ്ഥിരീകരണം ഇല്ല എന്നായിരുന്നു കോടതിയുടെ നിലപാട്. അഹമ്മദാബാദ് വിമാന ദുരന്തത്തെ ചൂഴ്ന്ന് പല ഊഹാപോഹങ്ങളും വിവാദങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ടേക്ക് ഓഫ് സമയത്ത് തന്നെ വിമാനത്തിലെ വൈദ്യുതി വിതരണത്തിൽ തകരാറ് സംഭവിച്ചുവെന്ന് കണ്ടെത്തിയതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. വിമാനത്തിന്റെ പിൻഭാഗത്തെ ചില യന്ത്രഭാഗങ്ങൾ കത്തിയത് വൈദ്യുതി തകരാറ് മൂലമുള്ള തീപിടുത്തം മൂലമാണോ എന്ന സംശയവും തുടക്കം മുതലുണ്ട്. വിമാനത്തിലെ മുഴുവൻ വൈദ്യുത സംവിധാനത്തെയും ബാധിക്കുന്ന ട്രാൻസ്ഡ്യൂസറിലെ തകരാർ വിമാനം പുറപ്പെടുന്നതിന് 1 മണിക്കൂർ മുൻപാണ് പരിഹരിച്ചത് എന്നതിനും തെളിവുണ്ട്. അതിനെല്ലാം പുറമെ 1.5 മാസം മുൻപ് അപകടത്തിന്റെ ഉത്തരവാദിത്വം പൈലറ്റുമാരുടെ തലയിൽ കെട്ടിവെച്ച് കൈ കഴുകാൻ കേന്ദ്ര സർക്കാർ നീക്കം നടത്തിയിരുന്നു. അന്വേഷണം പൂർത്തിയാകും മുൻപ് തന്നെ ഉത്തരവാദിത്വം പൈലറ്റുമാരുടെ തലയിൽ കെട്ടിവെക്കുന്ന തരത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കിയതിനെയും പൈലറ്റുമാരെ കുറ്റക്കാരാക്കുന്ന പ്രചാരണത്തിന് വഴിവെച്ചതിനും സുപ്രീം കോടതിയും കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. പ്രാഥമിക റിപ്പോർട്ടെന്ന അർത്ഥത്തിൽ തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരുന്ന ചില കാര്യങ്ങൾ ദുരന്തത്തിന്റെ ഉത്തരവാദിത്വം പൈലറ്റുമാരായ സുമീത് സബർവാളും ക്ലൈവ് കുന്ദറുമാണ് എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പ്രചരിക്കാൻ ഇടയാക്കി. എന്നാൽ ഇന്ധനം മാറ്റുന്നതിലെയും ഇലക്ട്രിക്കൽ വിഭാഗത്തിലെയും തകരാറുകൾ പോലുള്ള നിർണായക പ്രശ്നങ്ങളെ നിസ്സാരവൽക്കരിച്ച് കുറ്റം പൈലറ്റുമാരിലേക്ക് മാത്രമായി ചുരുക്കുന്നു എന്ന ആരോപണം ഉയർന്നു. ഇതിനെതിരെയാണ് സുമീത് സബർവാളിന്റെ അച്ഛൻ സുപ്രീം കോടതിയെ സമീപിച്ചത്. തകർന്നു വീണ എയർ ഇന്ത്യ ബോയിങ് വിമാനത്തിന്റെ പൈലറ്റ് ഇൻ കമാൻഡ് ആയിരുന്നു സുമീത് സബർവാൾ. മുതിർന്ന അഭിഭാഷകൻ ഗോപാൽ ശങ്കരനാരായണനായിരുന്നു കോടതിയിൽ പുഷ്കറിനായി ഹാജരായത്. എയർക്രാഫ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ആക്സിഡന്റ് ആൻഡ് ഇൻസിഡൻസ് നിയമത്തിലെ റൂൾ 9 പ്രകാരമുള്ള പ്രാഥമിക അന്വേഷണം മാത്രമാണ് ഇപ്പോൾ നടന്നത് എന്നും പൂർണ്ണ സ്വതന്ത്ര അന്വേഷണം നടത്തണമെന്നാണ് ഹർജിക്കാരന്റെ ആവശ്യം. പുഷ്കർ സബർവാളിന്റെ ഹർജിയിൽ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോടും DGCAയോടും മറ്റ് അധികൃതരോടും പ്രതികരണം ആരാഞ്ഞിട്ടുണ്ട്. ഹർജി നവംബർ 10 വീണ്ടും പരിഗണിക്കും. ജൂൺ 12 ഉച്ചയ്ക്ക് 1:30 അഹമ്മദാബാദിൽ നിന്ന് പറന്നുയർന്ന എയർ ഇന്ത്യയുടെ ബോയിങ് 787 ഡ്രീം ലൈനർ വിമാനമാണ് ടേക്ക് ഓഫ് ചെയ്ത് നിമിഷങ്ങൾക്കകം തകർന്നു വീണത്.
തൊട്ടടുത്ത കെട്ടിടത്തിലുള്ളവരെ അടക്കം 260 പേരെ ചാമ്പലാക്കി കളഞ്ഞ ആ ദുരന്തത്തിൽ നിന്ന് ഉയർത്തെണീറ്റത് വിശ്വാസ് കുമാർ രമേശ് എന്ന 40-കാരൻ മാത്രമായിരുന്നു. ദുരന്തം നടന്ന ഇത്രയും ദിവസമായിട്ടും കൃത്യമായ ഒരു അന്വേഷണം പോലും നടത്താൻ സാധിച്ചിട്ടില്ല എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്.